മനസ്സിലായി കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മുടെ അടുത്ത ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സുൽസാറിനെ വിളിക്കുകയോ ഗ്രൂപ്പിൽ കമന്റ് ചെയ്യുകയോ ചെയ്യുക. അടുത്ത ഭാഗത്തേക്ക് തുടങ്ങും. ഈ ചാപ്റ്റർ തീരും. ഇനി നമുക്ക് പഠിക്കേണ്ടുന്നത് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി, സാമ്പത്തിക മേഖലകളെ കുറിച്ച് ഇതാണ് ചോദിക്കുന്നത്. ഈ സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി എന്ന ഭാഗത്ത് അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് സാമ്പത്തിക മേഖല അത്യന്താപേക്ഷിതമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. The essentials of every economy is factors of production. ഏതൊരു മേഖലയിലും അത്യന്താപേക്ഷിതമായി നിൽക്കുന്ന ഒന്നാണ് ഉൽപാദന ഘടകം. ഇത് നേരത്തെ പഠിച്ചു. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മീൻസ് എനിത്തിങ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് ആൻ ഔട്ട്പുട്ട്. ഒരു സാധനം നിർമ്മിക്കാൻ ഏതെല്ലാം വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നുവോ ആ വസ്തുക്കളെയാണ് നമ്മൾ ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ആ ഉൽപാദന ഘടകങ്ങളിൽ നമുക്കറിയാം ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഓർമ്മ ഇതെല്ലാം ഇതിനകത്ത് എഴുതേണ്ടതാണ് നിങ്ങൾ. നമുക്ക് ലാൻഡ് എന്താണെന്ന് പറയാം. ലാൻഡ് all natural resources available to men for producing wealth are called land. സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാൻ സഹായകമായ എല്ലാ പ്രകൃതി വിഭവങ്ങളെയും നമ്മൾ ഭൂമി എന്ന് പറയും. പഠിച്ചു പോകുന്നത് ഇവിടെ ലാൻഡ് വിൽ ഗെറ്റ് ഡാഷ് റെന്റ്. ഭൂമിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് പാട്ടം അഥവാ വാടക. ഇനി അടുത്ത പറഞ്ഞ ലേബറാണ്, തൊഴിൽ ശക്തി. ഏത് വർക്ക് വെദർ മെന്റൽ ഓർ മാനുവൽ അണ്ടർടേക്കിംഗ് ഫോർ മോണിറ്ററി റിവാർഡ്സ് ആർ കാൾഡ് ലേബർ. ധനപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ശാരീരികമായും മാനസികമായും അധ്വാനിക്കുന്നതാണ് തൊഴിൽ ശക്തി. ലേബർ വിൽ ഗെറ്റ് വേജ്. വേജ് എന്ന് പറഞ്ഞാൽ കൂലി. അടുത്ത പഠിച്ചു ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഈസ് ദ പ്രൊഡ്യൂസർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഉൽപാദന ഉപാധിയാണ് മൂലധനം. ക്യാപിറ്റൽ ഗെറ്റ് ഇൻട്രസ്റ്റ്, പലിശ. അടുത്ത ഓർഗനൈസേഷൻ, സംഘാടന. ഓർഗനൈസേഷൻ മീൻസ് ഡിസൈനിങ്, ഡിസൈഡിങ് ആൻഡ് ഡയറക്റ്റിംഗ് ദ ഫോം ഓഫ് എ ബിസിനസ്. ഒരു വ്യാവസായിക സംരംഭം രൂപകൽപ്പന ചെയ്യുകയും തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സംഘാടനം. ഓർഗനൈസർ വിൽ ഗെറ്റ് പ്രോഫിറ്റ്. നമ്മുടെ ഈ പുസ്തകത്തില് പ്രോഫിറ്റ് എന്ന ലാഭം. പ്രോഫിറ്റ് എന്താണെന്നൊരു ചോദ്യം കിടക്കും. എന്താണ് പ്രോഫിറ്റ്? പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ദ സർവീസസ് ഓഫ് ആൻ എന്റർപ്രണർ. What is profit? Profit is the reward for the services of an entrepreneur. Profit എന്ന് പറഞ്ഞ റിവാർഡാണ് ഫോർ ദ സർവീസസ് ഓഫ് ആൻ എന്റർപ്രണർ. ഒരു സംരംഭകന് അയാൾ ചെയ്യുന്ന സേവനത്തിന് കിട്ടുന്ന പ്രതിഫലം. ഒരു സംരംഭകന് അയാൾ ചെയ്യുന്ന സേവനത്തിന് ലഭിക്കുന്ന പ്രതിഫലം. നമ്മളൊരു കടയിൽ പോയി സാധനം വാങ്ങുന്നു. ആ സാധനം മേടിക്കുമ്പം സാധനത്തിന്റെ വിലയിലുപരി
ഒത്തിരി പൈസ അയാൾ അധികമായിട്ട് എടുക്കും. അത് അയാളുടെ ലാഭം. അയാൾ നമുക്ക് തരുന്ന സേവനമാണ്. എവിടെയെങ്കിലുമുള്ള സാധനം വാങ്ങിച്ച് നമ്മളെ വീടിൻ്റെ അവിടുത്തെ കടയിൽ കൊണ്ടുവയ്ക്കും. അത് നമ്മൾ വാങ്ങുമ്പോഴത്തേക്ക് അതിന് അയാൾ എടുക്കുന്ന ഒരു ചെറിയ പ്രതിഫലമാണ് അയാളുടെ ലാഭം. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ദ സർവീസസ് ഓഫ് ആൻ എന്റർപ്രണർ. ഒരു സംരംഭകൻ അയാൾ ചെയ്യുന്ന ജോലിക്ക് നേടിയെടുക്കുന്ന പ്രതിഫലമാണ് ലാഭം. ഇതാണ് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി എന്ന ഭാഗത്ത് നിങ്ങൾ ആദ്യം എഴുതേണ്ടത്. ഉൽപാദന ഘടകങ്ങൾ എന്നാലെന്ത്, ഏതൊക്കെയാണ് ഉൽപാദന ഘടകങ്ങൾ, ആ ഉൽപാദന ഘടകങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ഏത്, അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രോഫിറ്റ്. ഇനി അടുത്ത നമുക്ക് പഠിക്കേണ്ടത് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി ആർ 4 ടൈപ്പ്. 4 തരത്തിലുള്ള മേഖലയാണ് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഉള്ളത്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഫേം. 2 ഹൗസ് ഹോൾഡ്. 3 ഗവൺമെന്റ്. 4 എക്സ്റ്റേണൽ സെക്ടേഴ്സ്. നോട്ട് ഞാൻ അയച്ചെങ്കിൽ കിടപ്പുണ്ട്, ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. അപ്പോഴ് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി ആർ ഫേംസ്, ഹൗസ് ഹോൾഡ്, ഗവൺമെന്റ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടേഴ്സ്. ഫേം എന്ന് പറഞ്ഞാൽ സ്ഥാപനമെന്ന, സംരംഭമെന്ന, ഉൽപാദന മേഖല എന്ന എഴുതാം മലയാളത്തിൽ. 2 ഹൗസ് ഹോൾഡ്, ഗാർഹികം അല്ലെങ്കിൽ ഗാർഹിക മേഖല. ഗവൺമെന്റ് സർക്കാർ, ഗവൺമെന്റ്. എക്സ്റ്റേണൽ സെക്ടേഴ്സ് ബാഹ്യ മേഖല. നോക്ക്, അപ്പോഴ് ഉൽപാദന മേഖല, ഗാർഹിക മേഖല, ഗവൺമെന്റ്, ബാഹ്യമേഖല എന്നിങ്ങനെ സാമ്പത്തിക മേഖലയെ 4 ആയി തരംതിരിക്കാം. There are 4 important sectors of the economy, that is firm, household, government and the external sectors. മനസ്സിലാവും നിങ്ങൾക്ക്? ഇനി ആദ്യത്തെ എന്താണ് ഫേം? ഫേം ഈസ് ആൾസോ കാൾഡ് എന്റർപ്രൈസസ്. സംരംഭം. സംരംഭത്തെയാണ് സ്ഥാപനം അഥവാ ഫേം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫേം ഈസ് ആൾസോ കാൾഡ് എന്റർപ്രൈസസ്. It is controlled by entrepreneur. ഇതിനെ നിയന്ത്രിക്കുന്ന ആളാണ് സംരംഭകൻ. നമ്മൾ പഠിച്ചു. അപ്പോൾ ഫേം എന്ന് പറഞ്ഞാൽ സ്ഥാപനം എന്നാണ്. ഇതിനെ നിയന്ത്രിക്കുന്ന ആളിനെ സംരംഭകൻ എന്ന് പറയുന്നു. നോക്ക്, എന്റർപ്രൈസസ് ഓർ ഫേം ജനറേറ്റ് വെൽത്ത്. Firm generate wealth, create employment, next pay taxes to the government, pay taxes to the government. അപ്പോൾ ഫേം ജനറേറ്റ് വെൽത്ത്, ക്രിയേറ്റ് എംപ്ലോയ്മെന്റ്, പേ ടാക്സ് ടു ദ ഗവൺമെന്റ്. അപ്പോൾ ഒരു സ്ഥാപനം സമ്പത്ത് നൽകുന്നു, തൊഴിലവസരങ്ങൾ നൽകുന്നു, ഗവൺമെന്റിന് ആവശ്യമായ ടാക്സുകൾ നൽകുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഫേമിനെ സംരംഭം എന്ന പേര് അറിയപ്പെടുന്നു. ഒരു സ്ഥാപനം ധനം നൽകുന്നു, തൊഴിൽ നൽകുന്നു,
സർക്കാരിന് ആവശ്യമായിട്ടുള്ള നികുതി നൽകുന്നു. Firm is the most important sector in our economy. It is also called enterprises. It is controlled by the entrepreneur. Firm generates wealth, create employment, pay tax to the government. ഒരു പോയിന്റാണ് ഫേമിനെ കുറിച്ച് എഴുതാം. ഇനി രണ്ടാമത്തേത് കടക്കുമ്പോൾ ഹൗസ് ഹോൾഡാണ്, ഗാർഹിക മേഖലയാണ്. Another important sector in an economy is household. Household refers to an individual or group. Okay. Household refers to individual or group of individuals. Household refers to individual or group of individuals whose consumption decisions are taken jointly. Okay. Household is another important sector in an economy. Household refers to individual or group of individuals whose consumption decisions are taken jointly. നമുക്ക് വ്യക്തികളോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ ചേർന്ന ഒരു ഗ്രൂപ്പോ മത്സരാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികള് അവിടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി കൂട്ടായി നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ ചേർന്ന് പറയുന്ന പേരാണ് ഹൗസ് ഹോൾഡ്. അപ്പോഴ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികള് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കൂട്ടായിട്ട് നടത്തി വരുന്ന പ്രവർത്തനങ്ങളെ, കൂട്ടായി നടത്തുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിനെ നമ്മൾ ഗാർഹികം എന്ന് പറയുന്നു. നമ്മുടെ വീട് ഒരു ഗാർഹികമാണ്. നമ്മളെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അല്ലെങ്കിൽ അപ്പൻ അമ്മ എല്ലാവരും ഉണ്ട്. അവരെല്ലാം കൂടെ ചേർന്ന് കൂട്ടായിട്ട് തീരുമാനമെടുക്കും. അതാണ് ഹൗസ് ഹോൾഡ് എന്ന് പേര് കിട്ടിയത്. അപ്പൊ ഹൗസ് ഹോൾഡ് റെഫേഴ്സ് ടു ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ whose consumption decisions are taken jointly. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ കൂട്ടായിട്ട് ചേർന്നുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ചേർത്ത് വെച്ച് ഉപഭോഗം നടത്തി വരികയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഗാർഹികം. ഇപ്പൊ ഒന്നാമത്തെ ഫേമായി, രണ്ടാമത്തെ ഹൗസ് ഹോൾഡായി, മൂന്നാമത്തെ വരുന്നു ഗവൺമെന്റ്. The third and the most important sector in an economy is government. ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാല് the state does not actively involve economic activities but play a regulatory role. ഒരു രാജ്യത്തിലെ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നതാണ് ഒരു രാജ്യത്തിലെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിലെ സർക്കാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് കൂടുതലൊന്നും വേണ്ട. അനദർ ഇമ്പോർട്ടന്റ് സെക്ടർ ഇൻ ആൻ എക്കോണമി ഇസ് ഗവൺമെന്റ്. ഗവൺമെന്റ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദ പീപ്പിൾ ഓർ എക്കോണമി. ജനങ്ങളെ നിയന്ത്രിക്കുകയും അവിടെ പ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്യുന്ന
ഒരു ഏജൻസിയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അത് കൂടുതൽ പഠിക്കണം. ഇനി പഠിക്കുന്ന എല്ലാം നമ്മൾ ഗവൺമെന്റിനെ കുറിച്ചാണ്. അതുകൊണ്ട് മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഗവൺമെന്റ് എന്നും ജനങ്ങളെ നിയന്ത്രിക്കുകയും അവരുടെ മേൽ ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നത് ആ രാജ്യത്തിലെ ഗവൺമെന്റിന്റെ കടമയാണ്, കർത്തവ്യമാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് എക്സ്റ്റേണൽ സെക്ടേഴ്സ്, ബാഹ്യ മേഖല. നോക്ക്, another important, last important sectors in an economy is external sectors. ഒരു സമ്പദ് വ്യവസ്ഥയിലെ അവസാനത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ബാഹ്യ മേഖലയാണ്. ആ ബാഹ്യ മേഖലയിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തത് ഓപ്പൺ എക്കോണമി എന്നും രണ്ടാമത്തത് ക്ലോസ്ഡ് എക്കോണമി. നമ്മൾ വേണമെങ്കിൽ പഠിക്കാം. എക്സ്റ്റേണൽ സെക്ടേഴ്സ് ആർ ടു ടൈപ്പ്, ഓപ്പൺ എക്കോണമി ആൻഡ് ക്ലോസ്ഡ് എക്കോണമി. ഇത് രണ്ട് ഡെഫിനിഷനാണ്. ഓപ്പൺ എക്കോണമി എന്ന് പറഞ്ഞാൽ തുറന്ന സമ്പദ് വ്യവസ്ഥ, ക്ലോസ്ഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ അടഞ്ഞ സമ്പദ് വ്യവസ്ഥ. തുറന്ന സമ്പദ് വ്യവസ്ഥയും അടഞ്ഞ സമ്പദ് വ്യവസ്ഥയും, ഓപ്പൺ എക്കോണമി ആൻഡ് ക്ലോസ്ഡ് എക്കോണമി. അതില് ബാഹ്യ മേഖല എന്ന് പറഞ്ഞത് ഓപ്പൺ എക്കോണമിയാണ്. അപ്പോൾ എക്സ്റ്റേണൽ സെക്ടേഴ്സ് ഈസ് ആൾസോ കാൾഡ് ഓപ്പൺ എക്കോണമി, ബാഹ്യ മേഖല. ക്ലോസ്ഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ അടഞ്ഞ സമ്പദ് വ്യവസ്ഥ. നോക്ക് എന്താണ്, നമുക്ക് നോക്കാം. ഓപ്പൺ എക്കോണമി എന്ന് പറഞ്ഞാല് എക്കണോമിക് റിലേഷൻ വിത്ത് അതർ കൺട്രി ഓഫ് ദ വേൾഡ്. എക്കണോമിക് റിലേഷൻസ് വിത്ത് other countries of the world. Open economy is on in which the economic relations with the other countries of the world എന്ന economic relation with the rest of the world എന്നല്ല. rest of the world എന്ന് പറഞ്ഞാൽ പുറം ലോകം. അപ്പൊ ഒരു രാജ്യം മറ്റ് ലോക രാജ്യങ്ങളുമായി നല്ല സാമ്പത്തിക ബന്ധം നടത്തിയാൽ അതിനെ പറയുന്ന പേരാണ് ഓപ്പൺ എക്കോണമി അഥവാ തുറന്ന സമ്പദ് വ്യവസ്ഥ അഥവാ ബാഹ്യ മേഖല. ഇപ്പൊ ഓപ്പൺ എക്കോണമി ഈസ് ഓൺ ഇൻ വിച്ച് ദ എക്കണോമിക് റിലേഷൻസ് വിത്ത് അതർ കൺട്രീസ് ഓഫ് ദ വേൾഡ് ഓർ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഒരു രാജ്യം മറ്റ് ലോകരാജ്യങ്ങളുമായിട്ട് നല്ല സാമ്പത്തിക ബന്ധം നടത്തിയാൽ അതാണ് ഓപ്പൺ എക്കോണമി അഥവാ തുറന്ന സമ്പദ് വ്യവസ്ഥ. എക്കണോമിക് റിലേഷൻസ് വിത്ത് അതർ കൺട്രീസ് ഓഫ് ദ വേൾഡ് എന്നാണ്. ഒരു രാജ്യം മറ്റ് ലോകരാജ്യങ്ങളുമായി നല്ല സാമ്പത്തിക ബന്ധം നടത്തിയാൽ അതാണ് ഓപ്പൺ എക്കോണമി. എന്നാൽ നോക്കിയാണ് ക്ലോസ്ഡ് എക്കോണമി എന്ന് പറഞ്ഞാല് ക്ലോസ്ഡ് എക്കോണമി ഈസ് ഓൺ ഇൻ വിച്ച് no economic relation with the rest of the world, has no economic relation. നോക്ക്, ഇവിടെ has no economic. അപ്പോൾ ക്ലോസ്ഡ് എക്കോണമി ഈസ് ഓൺ വിച്ച് ഹാസ് നോ എക്കണോമിക് റിലേഷൻ. ഇവിടെയാണ് നേരത്തെ പഠിച്ചതിന്റെ തൊട്ട് എക്കണോമിക് റിലേഷൻ തൊട്ട് മേലിൽ ഹാസ് നോ എക്കണോമിക് റിലേഷൻ. ഒരു രാജ്യം മറ്റ് ലോകരാജ്യങ്ങളുമായി നല്ല സാമ്പത്തിക ബന്ധമില്ലെങ്കിൽ അതാണ് ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. അപ്പം എക്സ്റ്റേണൽ സെക്ടേഴ്സിൽ ഓപ്പൺ എക്കോണമി ക്ലോസ്ഡ് എക്കോണമി പഠിക്കണം. ഓപ്പൺ എക്കോണമി എന്ന് പറഞ്ഞാൽ തുറന്ന സമ്പദ് വ്യവസ്ഥ, ക്ലോസ്ഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ അടഞ്ഞ സമ്പദ് വ്യവസ്ഥ. ഒരു രാജ്യം മറ്റ് ലോകരാജ്യങ്ങളുമായി നല്ല സാമ്പത്തിക ബന്ധം നടത്തിയാൽ അതിനെ തുറന്ന സമ്പദ് വ്യവസ്ഥ ഓപ്പൺ എക്കോണമി എന്നും, ഒരു സമ്പദ് വ്യവസ്ഥ
മറ്റ് ലോകരാജ്യങ്ങളുമായി സാമ്പത്തികം ഇല്ലെങ്കിൽ അതിനെ അടഞ്ഞ സമ്പദ്വ്യവസ്ഥ അഥവാ ക്ലോസ്ഡ് എക്കോണമി എന്നും പറയുന്നു. ഇത്രയേ ഉള്ളൂ മക്കളെ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. 8 മാർക്കിനോളം ഈ അധ്യായത്തിൽ കാണാം. ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടെ പറയാം. നോക്കാം നമുക്ക്. മക്കളെ ഒന്നുകൂടെ ഞാൻ പറയാണ്. ഇന്നലെ ചാപ്റ്റർ തീരുന്നു. ഇന്നലെ ടെസ്റ്റ് പേപ്പർ ഉടനെ ഉണ്ട്. ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ കൊടുക്കും. സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി, സാമ്പത്തിക മേഖലകൾ. നമുക്ക് സെക്ടേഴ്സ് ഓഫ് എക്കോണമി ഈസ് ദ factors of production, land, labor, capital and organization. Land will get rent, labor will get wage, capital will get interest and organizer will get profit. There are 4 important sectors in an economy: farm, household, government and external sectors. First and most important sector in an economy is farm. Farm generates wealth, create employment, pay taxes to the government. Next, household. The second most important sector in an economy is government. Household refers to individual or group of individuals where consumption decision taken jointly. Next, government. Government is the another important sector in an economy. Government taken to rules and regulations of people. Last, external sectors. External sectors is open economy and closed economy. Open economy is the economic relation with the other countries of the world or rest of the world. Closed economy has no economic relation with the other countries of the world or rest of the world. Yes. മലയാളത്തിൽ സാമ്പത്തിക മേഖലയിൽ പ്രധാനമായി നിൽക്കുന്നതാണ് ഉൽപാദന ഘടകങ്ങൾ. ഉൽപാദന ഘടകങ്ങളെ ഭൂമി, തൊഴിൽശക്തി, മൂലധനം, സംവിധാനം എന്നിങ്ങനെ 4 ഘടകങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഭൂമിക്ക് കിട്ടുന്ന പ്രതിഫലത്തെ പാട്ടമെന്നും, തൊഴിൽശക്തി കിട്ടുന്ന പ്രതിഫലത്തെ കൂലിയെന്നും, മൂലധനത്തിന് കിട്ടുന്ന പ്രതിഫലത്തെ പലിശയെന്നും, ഓർഗനൈസേഷൻ കിട്ടുന്ന പ്രതിഫലമാണ് ലാഭം. ഒരു സമ്പദ് വ്യവസ്ഥയിൽ 4 പ്രധാനപ്പെട്ട മേഖലകളുണ്ട്. സ്ഥാപനം അഥവാ സംരംഭം, ഗാർഹിക മേഖല അഥവാ ഹൗസ് ഹോൾഡ്, ഗവൺമെന്റ്, ബാഹ്യ മേഖല. ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ആ സമ്പദ് വ്യവസ്ഥയിലെ സ്ഥാപനങ്ങളാണ്. സ്ഥാപനങ്ങൾ ധനം പ്രദാനം ചെയ്യുന്നു, ആവശ്യമായ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നു, സർക്കാരിന് ആവശ്യമായ നികുതി പണമായി തരുന്നു. രണ്ടാമത്തെ ഘടകം ഗാർഹികം. വ്യക്തികളല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ ചേർന്ന് ആവശ്യമായ തീരുമാനങ്ങളെ കൈക്കൊണ്ടുകൊണ്ട് ഉപഭോഗം ഗണ്യമായി നൽകുകയാണെങ്കിൽ ആ ഉപഭോഗം നൽകുന്ന ആ പ്രക്രിയയാണ് ഗാർഹിക മേഖല ഉൾപ്പെടുന്നത്. 3, ഗവൺമെന്റ്. ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ഗവൺമെന്റ്. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നയങ്ങളും മറ്റു പ്രവർത്തനങ്ങളും നടപ്പിൽ വരുന്നത് ഗവൺമെന്റാണ്. അത് ബാഹ്യ മേഖല. ബാഹ്യ മേഖലയെ അവസാന സാമ്പത്തിക ഘടകങ്ങൾ എന്നറിയപ്പെടുന്നു. അതിൽ തുറന്ന സമ്പദ് വ്യവസ്ഥയും അടഞ്ഞ സമ്പദ് വ്യവസ്ഥയും ഉണ്ടാകും. ഒരു രാജ്യം മറ്റ് ലോകരാജ്യങ്ങളുമായി നല്ല സാമ്പത്തിക ബന്ധം നടത്തിയാൽ അതിനെ തുറന്ന സമ്പദ് വ്യവസ്ഥയുണ്ട്. ഒരു രാജ്യം മറ്റ് ലോകരാജ്യങ്ങളുമായി നല്ല സാമ്പത്തിക ബന്ധം ഇല്ലെങ്കിൽ അതിനെ അടഞ്ഞ സമ്പദ് വ്യവസ്ഥ അഥവാ ക്ലോസ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. ഇത്രയാണ് മക്കളെ ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്.
ഇതിൻ്റെ നോട്ടുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. ഇത് വളരെ ഭംഗിയായിട്ട് വായിച്ചു പഠിക്കുക. എന്നിട്ട് ടെസ്റ്റ് പേപ്പർ നിങ്ങളുടെ സാറ് നിങ്ങൾക്ക് ഡേറ്റ് തരും, ചോദ്യം ഇട്ട് തരും. അത് വീട്ടിൽ വെച്ച് പരീക്ഷ എഴുതിയിട്ട് പേപ്പർ നിങ്ങൾ ഇവിടെ കൊണ്ടുതരണം. അത് നോക്കി നിങ്ങളുടെ വീട്ടിൽ എത്തിക്കുക. നമ്മുടെ ജോലിയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഒരു അധ്യായം പൂർണ്ണമായിട്ട് തീർന്നു. ഇനി നമുക്ക് 5 അധ്യായങ്ങളാണ്. അടുത്ത അധ്യായം ദേശീയ വരുമാനം എന്ന പാഠമാണ്. സ്കെയിലും പെൻസിലും കയ്യിൽ ഉൾപ്പെടെ വെച്ചേക്കും. ചെറിയ കണക്കുകളും ചെറിയ പടങ്ങളും ഉണ്ട്. ഓക്കെ മക്കളെ, ടാറ്റ. ഓക്കെ.